അസ്സലാമു അലൈക്കും. മഹാഭൂരിപക്ഷം മുസ്ലിങ്ങൾക്കും ഒരു ധാരണയുണ്ട്. പാശ്ചാത്യർ അധർമ്മത്തിൽ മുഴുകി ജീവിക്കുന്നവരാണ്. അവർക്കിടയിൽ കുടുംബ ബന്ധങ്ങൾ കുത്തഴിഞ്ഞതാണ്. മദ്യപാനത്തിലും വ്യഭിചാരത്തിലും മുഴുകി ജീവിക്കുന്നവരാണെന്നെല്ലാം പല മുസ്ലിം പ്രഭാഷകരും ഇതര മത പ്രഭാഷകരുമെല്ലാം പ്രസംഗിക്കുന്നു. നമ്മുടെ നാടിനെ അപേക്ഷിച്ച് ലൈംഗിക അധാർമികതയും ചൂതാട്ടവും മദ്യപാനവുമെല്ലാം കൂടുതൽ പാശ്ചാത്യർക്കിടയിലാണ്, സംശയമില്ല. എന്നാൽ ഇസ്ലാം നിർദ്ദേശിച്ചിട്ടുള്ളതും ജീവിതത്തിൽ പുലർത്തേണ്ടതുമായ, എന്നാൽ വലിയ വിഭാഗം മുസ്ലിങ്ങൾ അവഗണിക്കുന്നതുമായ മര്യാദകൾ പാശ്ചാത്യർക്കിടയിൽ സർവ്വസാധാരണമായി നമുക്ക് ദർശിക്കാം. ആ ഒരു ബഹുമാനവും ആദരവും തീർച്ചയായും പാശ്ചാത്യരുടെ മുസ്ലിങ്ങൾക്കുണ്ടാവുകയും അത് അനുകരിക്കുകയും വേണം. ഉദാഹരണത്തിന്, നമ്മുടെ മുൻപിൽ തടസ്സമായ ഒരു ഇംഗ്ലീഷ് വംശജൻ വന്നാൽ ഉടനെ തന്നെ അയാൾ സോറി പറയും. എന്നാൽ നമ്മുടെ നാട്ടിൽ മുസ്ലിങ്ങളും അമുസ്ലിങ്ങളും ഒരുപോലെ ഈ മര്യാദ പാലിക്കുന്നില്ലെന്ന് മാത്രമല്ല, തടസ്സമായി മുന്നിൽ നിൽക്കാൻ നമുക്കൊരു മടിയുമില്ല. ഒരു ഇംഗ്ലീഷ് വംശജന് നാം ഒരു പെട്ടി എടുത്തു കൊടുത്താൽ ഉടനെ അദ്ദേഹം പറയും, താങ്ക് യു, സോ കൈൻഡ് ഓഫ് യു. നമ്മുടെ നാട്ടിൽ മറ്റുള്ളവർ സഹായം ചെയ്താൽ താങ്ക് യു, നന്ദി പറയില്ലെന്ന് മാത്രമല്ല, ആ മുഖത്തേക്ക് പോലും നോക്കാറില്ല. കടകളിലെ ക്യാഷ് കൗണ്ടറുകളിൽ പണം നൽകാൻ ഒരാൾ നിൽക്കുന്നുണ്ടെങ്കിൽ അത് കഴിയുന്നതുവരെ മറ്റുള്ളവർ കാത്തു നിൽക്കുന്നത് പാശ്ചാത്യ നാടുകളിൽ പതിവാണ്. എന്നാൽ നമ്മുടെ നാട്ടിലോ ക്യാഷ് കൗണ്ടറിൽ നീളമുള്ള ക്യൂ ഉണ്ടെങ്കിലും അത് ഗൗനിക്കാതെ മറുവശത്തു കൂടി ചെന്ന് പണം നൽകുന്നത് നിത്യസംഭവമാണ്. ഹോട്ടലുകളിൽ ചെന്നാൽ ശബ്ദം താഴ്ത്തി മറ്റുള്ളവർക്ക് അലോസരമുണ്ടാക്കാതെയാണ് ഒട്ടുമിക്ക പാശ്ചാത്യരും സംസാരിക്കുന്നത്. എന്നാൽ നമ്മുടെ നാട്ടിലെ സ്ഥിതിയോ, പരിസരത്തുള്ളവർക്ക് എന്ത് ബുദ്ധിമുട്ടുകൾ ഉണ്ടായാലും സാരമില്ല എന്ന വിധത്തിൽ ഉറക്കെയും ഇടയ്ക്കിടെ കട്ടഹസിച്ചും നാം സംസാരിക്കുന്നു. മാന്യമായി സംസാരിക്കണമെന്നും ശബ്ദമുയർത്തി സംസാരിക്കരുതെന്നും മറ്റുള്ളവരോട് ഏറ്റവും നന്നായ രീതിയിൽ പെരുമാറണമെന്നുമെല്ലാം ഉണർത്തുന്ന മതദർശനമാണ് ഇസ്ലാം. എന്നാൽ പലപ്പോഴും മുസ്ലിങ്ങളായ നാം അത് മറക്കുന്നു. നിങ്ങൾ ദൃഷ്ടികൾ താഴ്ത്തണമെന്ന് വിശുദ്ധ ഖുർആൻ വ്യക്തമായി ഉണർത്തുന്നുവെങ്കിലും നമ്മുടെ നാട്ടിൽ മുസ്ലിങ്ങളായാലും അമുസ്ലിങ്ങളായാലും മറ്റുള്ളവരുടെ നേർക്ക്, പ്രത്യേകിച്ചും സ്ത്രീകളുടെ നേർക്ക് തുറിച്ചു നോക്കാൻ യാതൊരു മടിയുമില്ല. എന്നാൽ പാശ്ചാത്യ നാടുകളിൽ അറിയാതെ കണ്ണു ഒന്നുടക്കിയാൽ പോലും ഉടനെ തന്നെ അവർ ദൃഷ്ടികൾ താഴ്ത്തും. തിരക്കുള്ള ട്രെയിനാണെങ്കിലും ബസ്സാണെങ്കിലും സ്ത്രീകളുടെ ശരീരത്തിൽ സ്പർശിക്കാനും ഉപദ്രവിക്കാനും ആളുകൾ ശ്രമിക്കുന്നതായി നാം പാശ്ചാത്യ നാടുകളിൽ സർവ്വസാധാരണമായി കാണാറില്ല. അറബി നാടുകളിലും അതുപോലെ തന്നെയാണ്. എന്നാൽ നമ്മുടെ നാട്ടിലോ ജാതിഭേദമന്യേ പുരുഷന്മാർ തിരക്കിനിടയിൽ സ്ത്രീകളെ സ്പർശിക്കാനും ഉപദ്രവിക്കാനും മത്സരിക്കുകയാണ്. ഇനി നിരത്തിലൂടെ വാഹനങ്ങൾ ഓടിക്കുമ്പോൾ ഹോണടിച്ച് എന്തൊരു ഉപദ്രവമാണ് ഉണ്ടാക്കുന്നത്. ഇനി ഒരു ഗതാഗത കുരുക്കിൽ വണ്ടി പെട്ടാൽ വലതു നിന്നും ഇടതു നിന്നും കാറുകൾ ഇടിച്ചു കയറുന്നതും മറ്റു വാഹനങ്ങൾ ഇടിച്ചു കയറുന്നതും നമുക്ക് കാണാം. എന്നാൽ പാശ്ചാത്യ നാടുകളിലും അറബി നാടുകളിലും ട്രാഫിക് ക്യൂ തെറ്റിക്കാറില്ല. ഇങ്ങനെ ഒരുപാട് കാര്യങ്ങൾ അവരുടെ ജീവിതത്തിൽ പുലർത്തുന്നു, നാം പുലർത്താറില്ല. വിശുദ്ധ ഖുർആനിലെ 3-ാം അധ്യായത്തിലെ 104-ാം വചനത്തിൽ അള്ളാഹു പറയുന്നു, നന്മ കൽപ്പിക്കുകയും തിന്മ വിരോധിക്കുകയും ചെയ്യുന്ന ഒരു സമുദായം നിങ്ങളിൽ നിന്നും ഉണ്ടായിരിക്കട്ടെ, അവരത്ര വിജയികൾ. അതുപോലെ അതേ അധ്യായത്തിലെ 159-ാം വചനത്തിൽ അള്ളാഹു പറയുന്നു, നബിയെ, അള്ളാഹുവിൽ നിന്നുള്ള കാരുണ്യം കൊണ്ടാണ് നീ അവരോട് സൗമ്യമായി പെരുമാറിയത്. നീ ഒരു പരുഷ സ്വഭാവിയും കഠിന ഹൃദയനുമായിരുന്നുവെങ്കിൽ നിന്റെ ചുറ്റിൽ നിന്നും അവർ പിരിഞ്ഞുപോയി കളയുമായിരുന്നു. ഈ വചനങ്ങൾ പ്രധാനപ്പെട്ട ചില കാര്യങ്ങൾ ഉണർത്തുന്നു. നമ്മെ ആളുകൾ ഇഷ്ടപ്പെടണമെങ്കിൽ സൗമ്യമായി പെരുമാറ്റവും കാരുണ്യം നിറഞ്ഞ ഹൃദയവും അനിവാര്യമാണ്. ഇനി സംവാദത്തിൻ്റെയും ചർച്ചകളുടെയും വേദികളിൽ വളരെ സഹിഷ്ണുതയോടെയും ക്ഷമയോടെയും പ്രതിപക്ഷ ബഹുമാനത്തോടെയുമാണ് പാശ്ചാത്യർ ഇരിക്കുന്നത്. മാത്രമല്ല, ഇരുകൂട്ടരെയും ഒരുപോലെ കൈയടിച്ച് പ്രോത്സാഹിപ്പിക്കുകയും ചെയ്യുമ്പോൾ നമ്മുടെ നാട്ടിലെ സ്ഥിതി മറിച്ചാണ്. ആക്ഷേപങ്ങളും അട്ടഹാസങ്ങളും കയ്യാങ്കളികളും വെല്ലുവിളികളും സംവാദവേദികളിലും ചർച്ചകളിലും സർവ്വസാധാരണമാണ്. വിശുദ്ധ ഖുർആൻ 16-ാം അധ്യായത്തിലെ 125-ാം വചനത്തിൽ പറയുന്നു, ഉദു ഇലാ സബീലി റബ്ബിക ബിൽ ഹിക്മതി വൽ മൗഇലത്തിൽ ഹസന വജാദിൽഹും ബില്ലത്തി ഹിയ അഹ്സൻ. യുക്തിദീക്ഷയോടുകൂടിയും സതുപദേശം മുഖേനയും നിന്റെ രക്ഷിതാവിന്റെ മാർഗത്തിലേക്ക് നീ ക്ഷണിച്ചുകൊള്ളുക. ഏറ്റവും നല്ല രീതിയിൽ അവരുമായി സംവാദം നടത്തുകയും ചെയ്യുക. അതിനാൽ മാന്യമായി വേണം സംവാദങ്ങളിലും ചർച്ചകളിലും പങ്കെടുക്കാൻ. ഇങ്ങനെ ഒരുപാട് മേഖലകളിൽ പാശ്ചാത്യർ ഖുർആനും പ്രവാചകനും നിർദ്ദേശിക്കുന്ന കാര്യങ്ങൾ അവരുടെ ജീവിതത്തിൽ പുലർത്തുന്നു. എന്നാൽ ഇതെല്ലാം പുലർത്താൻ ബാധ്യസ്ഥരായ മുസ്ലിങ്ങൾ ഇതെല്ലാം അവഗണിക്കുന്നു. എന്നിട്ട് യാതൊരു സംസ്കാരവുമില്ലാത്തവരായി പാശ്ചാത്യരെ ചിത്രീകരിക്കുന്നു.
മറ്റുള്ളവർ ചെയ്യുന്ന നല്ല കാര്യങ്ങൾ നാം അംഗീകരിക്കണം. പ്രത്യേകിച്ചും അവ ഇസ്ലാം നിർദ്ദേശിക്കുന്നതായതിനാൽ അത് അനുകരിക്കുകയും വേണം. അതോടൊപ്പം പാശ്ചാത്യർക്കിടയിലുള്ള അധാർമികതകൾ നാം അനുകരിക്കാൻ പാടില്ല. മാത്രമല്ല, അത് നമ്മുടെയും നമ്മുടെ സമൂഹങ്ങൾക്കിടയിലും വ്യാപിക്കാതിരിക്കാൻ ശ്രമിക്കണം. അസ്സലാമു അലൈക്കും.